ഹായ് മല്ലു മാസ്റ്ററിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കേരള ഫൈനാൻഷ്യൽ കോഡിൻ്റെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ 2024 ജാനുവരി നോട്ടിഫിക്കേഷൻ പ്രകാരം നടന്ന അക്കൗണ്ട് ടെസ്റ്റ് ലോവറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഇതിൻ്റെ 51 വരെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. ഇന്ന് നമ്മൾ 52 മുതലുള്ള അതിൻ്റെ ബാക്കി ഭാഗമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ സൗകര്യാർത്ഥം വീഡിയോ ഒരുപാട് നീളം കൂടാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിത് 2 പാർട്ടായിട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുപോലെ എൻ്റെ സ്റ്റഡി മെറ്റീരിയൽസ് ഇനി വാങ്ങാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഓർഡറുകളൊക്കെ അതിലേക്ക് വാട്സപ്പ് ചെയ്യുക. ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. Question number 52. Every order sanctioning a grant of land or alienation of land revenue other than an assignment of land which is treated as cash payment should be communicated to. ഇതെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് അക്കൗണ്ടൻറ്റ് ജനറലിനാണ്. ഭൂമി വിട്ടുകൊടുക്കുക അല്ലെങ്കിൽ ഭൂമിയിലെ വരുമാനം വിട്ടുകൊടുക്കുക ഇത്യാദി കാര്യങ്ങളെല്ലാം നമ്മൾ അതിനുള്ള ഓർഡറുകളെല്ലാം സാങ്ഷൻ ചെയ്ത് അക്കൗണ്ടൻറ്റ് ജനറലിനെയാണ് അറിയിക്കേണ്ടത്. 53ാമത്തെ ചോദ്യം. The authority is empowered to enter into contract on behalf of governor or specified in. ഗവർണർക്ക് പകരമായി സംസ്ഥാന സർക്കാരിന് വേണ്ടി കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യാൻ അധികാരപ്പെടുത്തിയിട്ടുള്ളത് ആരൊക്കെയാണെന്ന്, അത് എവിടെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്നാണ്. ഇത് ബുക്ക് ഓഫ് ഫിനാൻഷ്യൽ പവേഴ്സിലാണ് ഇതെല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്നത്. 54ാമത്തെ ചോദ്യം. ഓൾ കോൺട്രാക്ട് ഷുഡ് ബി ഇൻ ദ ഫോം ഓഫ് റിട്ടേൺ അഗ്രിമെൻറ്റ്സ് എക്സ്പ്രസ് ടു ബി മെയ്ഡ് ബൈ ദ ഡാഷ് ആൻഡ് സൈൻ ബൈ ദ കോമ്പറ്റന്റ് അതോറിറ്റി. സംസ്ഥാന സർക്കാരിന് വേണ്ടി എല്ലാ കോൺട്രാക്റ്റുകളും സൈൻ ചെയ്യാൻ അത് ഉണ്ടാക്കേണ്ടത് ഗവർണറുടെ പേരിലാണ്. ഓപ്ഷൻ എ ആണ് എൻ്റെ കറക്റ്റ് ആൻസർ, ഗവർണർ. 55ാമത്തെ ചോദ്യം. ഹൂ അഡ്മിനിസ്ട്രേഴ്സ് ദ കണ്ടിജൻസി ഫണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ കണ്ടിജൻസി ഫണ്ട് ആരാണ് അഡ്മിനിസ്റ്റർ ചെയ്യുന്നതെന്നാണ് ചോദ്യം. ഗവർണറാണ് അത് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്. ഓപ്ഷൻ എ ആണ് എൻ്റെ കറക്റ്റ് ആൻസർ. ഒത്തിരി വട്ടം ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള മറ്റൊരു ചോദ്യമാണ്. 56ാമത്തെ ചോദ്യം. വാട്ട് വിൽ ബി ഇഷ്യൂഡ് ബൈ ദ ഓഡിറ്റ് സ്റ്റാഫ് ഡ്യൂറിംഗ് ദ കോഴ്സ് ഓഫ് ലോക്കൽ ഇൻസ്പെക്ഷൻ. ലോക്കൽ ഇൻസ്പെക്ഷൻ നടക്കുമ്പോൾ ഓഡിറ്റ് സ്റ്റാഫ് കൊടുക്കുന്നതിന് നമ്മൾ പറയുന്നത് മെമ്മോസ് ആണ് അവർ ഇഷ്യൂ ചെയ്യുന്നത്. ഓപ്ഷൻ ബി ആണ് എൻ്റെ കറക്റ്റ് ആൻസർ. 57ാമത്തെ. ഐഡൻറ്റിഫൈ ദ വൺ വിച്ച് ഈസ് നോട്ട് ഇൻക്ലൂഡ് അണ്ടർ സിവിൽ അഡ്വാൻസ്. സിവിൽ അഡ്വാൻസിൽ പെടാത്തത് ഏതാണെന്ന് ചോദിച്ചു. അഡ്വാൻസസ് ഫോർ ഡിമാർക്കേഷൻ പർപ്പസ്. ഡിമാർക്കേഷൻ പർപ്പസിന് വേണ്ടി കൊടുക്കുന്ന അഡ്വാൻസുകൾ സിവിൽ അഡ്വാൻസിൽ വരുന്നതല്ല. 58ാമത്തെ ചോദ്യം. ദ അബാൻഡൻമെന്റ് ഓഫ് ക്ലെയിംസ് ഓഫ് റവന്യൂ വിതൗട്ട് എക്സോസ്റ്റിംഗ് ഓൾ അവന്യൂസ് ഓഫ് റിക്കവറി ഈസ് നോൺ ആസ്. ഇതിനെയാണ് നമ്മൾ റിമിഷൻ ഓഫ് റവന്യൂ എന്ന് പറയുന്നത്. റിമിഷൻ ഓഫ് റവന്യൂവിൻ്റെ ഡെഫിനേഷൻ തന്നെയാണത്. എൻ്റെ വീഡിയോ ലെസൺസിലൊക്കെ ഞാൻ വളരെ വിശദമായി പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ലെസൺസ് ഒക്കെ പോയി കാണുക. 59ാമത്തെ ചോദ്യം. ഹൂ ഈസ് ദ അതോറിറ്റി കോമ്പിറ്റൻറ്റ് ടു സാങ്ഷൻ ജോയിൻറ്റ് ആപ്ലിക്കേഷൻ ഓഫ് എംപ്ലോയീസ് സെർവിങ് ഇൻ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. അത് ഗവൺമെൻറ് ഇൻ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. ഓപ്ഷൻ ബി. Question number 60. How much amount is payable annually to Chengamanad Devasam by the government in accordance with the terms of the Udampadis entered into by the government and the said Devasam? സർക്കാരും ചെങ്ങമനാട് ദിവസവും തമ്മിലുള്ള കരാർ പ്രകാരം ചെങ്ങമനാട് ദിവസത്തിന് ആനുവലി കൊടുക്കുന്ന എമൗണ്ട് എത്രയാണെന്നാണ് ചോദ്യം. അതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ₹982.45. 61ാമത്തെ ചോദ്യം. ഇഫ് എ ഗവൺമെൻറ് എക്സിക്യൂട്ട് വർക്ക്സ് ഫോർ അനദർ ഗവൺമെൻറ് ഓർ ലോക്കൽ ബോഡി ഓർ പ്രൈവറ്റ് പാർട്ടി ഡാഷ് ഈസ് റിക്കവേർഡ്. ഒരു ഗവൺമെൻറ് മറ്റൊരു ഗവൺമെൻറ് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ലോക്കൽ ബോഡിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രൈവറ്റ് പാർട്ടിക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുമ്പോൾ അവർ ഈടാക്കുന്ന തുകയെ പറയുന്നത് സെൻറ്റേജ് ചാർജ് എന്നാണ്. ഓപ്ഷൻ ഡി. സെൻറ്റേജ് ചാർജിൻ്റെ ഡെഫിനേഷനാണ് അത്. എൻ്റെ വീഡിയോ ലെസൺസിലൊക്കെ ഞാനത് പറഞ്ഞു പോയിട്ടുണ്ട്. 62ാമത്തേത്. ഓൺ റെസിപ്റ്റ് ഓഫ് എ ബുക്ക് ഓഫ് ഫോംസ് ഇൻ കണക്ഷൻ വിത്ത് റെയിൽവേ വാറന്റ് ഡാഷ് ഈസ് റെസ്പോൺസിബിൾ ഫോർ എക്സാമിനിങ് ഇറ്റ് ആൻഡ് സാറ്റിസ്ഫൈങ് ഹിംസെൽഫ് ദാറ്റ് ഇറ്റ് ഈസ് പെർഫെക്റ്റ് ഇൻ ഓൾ റെസ്പെക്ട്സ്. റെയിൽവേ വാറൻറ്റ്സ് പരിശോധിക്കുന്നത് സബ് ഇൻസ്പെക്ടർ ആയിരിക്കും, അതല്ലെങ്കിൽ ഓഫീസർ ഇൻ ചാർജ് ആയിരിക്കും. ഓപ്ഷൻ എ ആണ് എൻ്റെ കറക്റ്റ് ആൻസർ. 63ാമത്തെ ചോദ്യം. ഗ്രാൻഡ് ഇൻ എയ്ഡ് ടു സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ഈസ് സാങ്ഷൻഡ് ബൈ. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനുള്ള ഗ്രാൻഡ് ഇൻ എയ്ഡ് കൊടുക്കുന്ന ആരാണെന്നാണ്. ഓപ്ഷൻ എ. രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ് എൻ്റെ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ എ ആണ്. 64ാമത്തേത്. വാട്ട് ഈസ് എ periodicity of inspection of stores other than perishable articles in government departments. ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സിലെ സ്റ്റോഴ്സ് ഇൻസ്പെക്ട് ചെയ്യേണ്ടത് എപ്പോഴാണ്, അതിൻ്റെ എത്ര സമയം കൂടുമ്പോഴാണ് അത് ഇൻസ്പെക്ട് ചെയ്യേണ്ടതെന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ് എൻ്റെ കറക്റ്റ് ആൻസർ, എവറി ഇയർ. 65ാമത്തെ ചോദ്യം. ഹൂ സാങ്ഷൻ ഈസ് റിക്വയർഡ് ഫോർ ദ കൺസ്ട്രക്ഷൻ ഓർ പർച്ചേസ് ഓഫ് ബോട്ട്സ്.
ബോട്ട് പർച്ചേസ് ചെയ്യുക അല്ലെങ്കിൽ ബോട്ട് കൺസ്ട്രക്ട് ചെയ്യുക, ഇതിന് ആരുടെ സാങ്ഷനാണ് വേണ്ടതെന്നാണ്. ഇത് ഓപ്ഷൻ ഡി ഗവൺമെൻറ്റിൻ്റെ സാങ്ഷനാണ്. 66ാമത്തെ ചോദ്യം, ഡാഷ് ഈസ് ഇൻറ്റൻഡഡ് ടു ഡിറ്റക്ട് എറേഴ്സ് ആൻഡ് പ്രിവെൻറ്റ് ഫ്രോഡുലൻ എൻട്രീസ്. തെറ്റുകളും അതുപോലെ ഫ്രോഡുലൻ എൻട്രീസും തടയാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും പരിശോധിക്കുന്നത് ചെക്ക് മെഷർമെൻ്റ് ആണ്. വർക്ക്സുമായി ബന്ധപ്പെട്ടാണ്. വർക്ക്സ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഞാൻ വീഡിയോ ലെസൺ ചെയ്തിട്ടുണ്ട്, അതിൽ ഞാനിതൊക്കെ മെൻഷൻ ചെയ്ത് പോയിട്ടുണ്ട്. ചെക്ക് മെഷർമെൻറ്റ്, ഓപ്ഷൻ സി. 67ാമത്തെ, ഡാഷ് ഇൻ കൺസൾട്ടേഷൻ വിത്ത് കേരള ഗ്രന്ഥശാല സംഘം വിൽ ഫോർവേഡ് പ്രപ്പോസൽസ് ടു ഗവൺമെൻറ് ഫോർ ഗ്രേഡിംഗ് ഓഫ് ലൈബ്രറീസ്. ലൈബ്രറികൾ ഗ്രേഡ് ചെയ്യാനുള്ള പ്രപ്പോസൽ കൊടുക്കുന്നത് ഓപ്ഷൻ ബി ആണ്, ഡയറക്ടർ ഓഫ് പബ്ലിക് ഇൻസ്ട്രക്ഷൻ ആണ്. ഇപ്പോൾ ഈ തസ്തിക അറിയപ്പെടുന്നത് ഡയറക്ടർ ജനറൽ ഓഫ് എഡ്യൂക്കേഷൻ എന്നാണ്. 68ാമത്തേത്, ഗ്രാൻഡ് ഇൻ എയ്ഡ് ടു കോപ്പറേറ്റീവ് സൂപ്പർവൈസിംഗ് യൂണിയൻസ്, ദ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആൻഡ് അതർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആർ സാങ്ഷൻഡ് ബൈ. ഇതിനുള്ള സാങ്ഷൻ കൊടുക്കുന്നത് ഓപ്ഷൻ സി ആണ്, രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. 69ാമത്തെ ചോദ്യം, ദ ടെക്നിക് ഇൻ പ്രസൻറ്റിംഗ് ദ ഓപ്പറേഷൻ ഓഫ് ഗവൺമെൻറ് ഇൻ ബോത്ത് ഫിനാൻഷ്യൽ ആൻഡ് ഫിസിക്കൽ ടേംസ് ഈസ്. സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ സാമ്പത്തികമായും അതുപോലെ ഭൗതികമായും അവതരിപ്പിക്കുന്ന പ്രക്രിയ, അതിന് പറയുന്ന ആ സാങ്കേതിക വിദ്യയ്ക്ക് പറയുന്നതാണ് പെർഫോമൻസ് ബജറ്റിംഗ്. ഓപ്ഷൻ സി ആണ് എൻ്റെ കറക്റ്റ് ആൻസർ. 70ാമത്തെ ചോദ്യം, റെക്കോർഡ്സ് കണക്റ്റഡ് വിത്ത് ക്ലെയിംസ് ടു സർവീസ് ആൻഡ് പേഴ്സണൽ മാറ്റേഴ്സ് അഫക്റ്റിംഗ് ഗവൺമെൻറ് സർവൻറ്റ്സ് ഹു ആർ സ്റ്റിൽ ഇൻ സർവീസ്. അതായത് ദ ഡിസ്ട്രക്ഷൻ ഓഫ് റെക്കോർഡ്സുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. നമുക്കറിയാം സർക്കാരിൻ്റെ പല ഡോക്യുമെൻറ്റ്സും ഇത്ര കാലം വരെ സൂക്ഷിച്ചു വെക്കണമെന്നുണ്ട്. അപ്പോൾ ഈ മേളിൽ പറഞ്ഞ അതായത് സർവീസിൽ ഇപ്പോൾ ഉള്ള ആളുകളുടെ അവരെ സർവീസ് മാറ്റേഴ്സും പേഴ്സണൽ മാറ്റേഴ്സും സർവീസ് ക്ലെയിംസും ഇതൊന്നും ഒരിക്കലും ഡിസ്ട്രോയ് ചെയ്യാൻ പാടില്ലാത്ത സെഗ്മെൻറ്റിൽ വരുന്നതാണ്. അപ്പോൾ ഡിസ്ട്രക്ഷൻ ഓഫ് റെക്കോർഡ്സ് എന്ന് പറഞ്ഞാൽ ആ സെഗ്മെൻറ്റ് നോക്കണം. അവിടുന്ന് ധാരാളം ചോദ്യങ്ങൾ എല്ലായ്പ്പോഴും ചോദിച്ചു കാണുന്നുണ്ട്. ഓപ്ഷൻ ബി ആണ് എൻ്റെ കറക്റ്റ് ആൻസർ, നെവർ ബി ഡിസ്ട്രോയ്ഡ്. മേൽപ്പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കലും നശിപ്പിക്കാൻ പാടില്ലാതെ എല്ലാ കാലത്തും സൂക്ഷിച്ചു വെക്കേണ്ടതാണെന്ന് അർത്ഥം. 71ാമത്തെ ചോദ്യം, ഓൾ വേജസ് നോട്ട് ക്ലെയിംഡ് വിത്തിൻ ഡാഷ് മന്ത്സ് ആസ് എ റൂൾ ബി ഫോർഫൈറ്റഡ്. അതായത് എല്ലാ വേജസും ഇത്ര കാലം അത് ക്ലെയിം ചെയ്തില്ലെങ്കിൽ, എത്ര കാലം ക്ലെയിം ചെയ്തില്ലെങ്കിൽ അത് സർക്കാരിലേക്ക് കണ്ടുകിട്ടുമെന്നാണ് ചോദ്യം. 3 മാസമാണ് അതിൻ്റെ കാലപരിധി. ഓപ്ഷൻ ഡി 3 months എന്നാണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. 73ാമത്തെ ചോദ്യം, ദ ഇൻട്രൊഡക്ഷൻ ഓഫ് എനി ന്യൂ മേജർ ഹെഡ് ഓർ മൈനർ ഹെഡ് ആൻഡ് ദ അബോളിഷൻ ഓർ ചേഞ്ച് ഇൻ ദ നോമൻക്ലേച്ചർ ഓഫ് എനി എക്സിസ്റ്റിംഗ് ഹെഡ് വിൽ റിക്വയർ ദ അപ്രൂവൽ ഓഫ്. അതായത് മേജർ ഹെഡിലോ അല്ലെങ്കിൽ മൈനർ ഹെഡോ എന്തെങ്കിലും പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ നിലവിലുള്ള ഏതെങ്കിലും ഹെഡിൽ മാറ്റങ്ങൾ വരുത്തുക, അതിൻ്റെ സ്ട്രക്ചറിൽ മാറ്റം വരുത്തുക, ഇതിന് ആരുടെ അപ്രൂവലാണ് വേണ്ടതെന്നാണ് ചോദ്യം. ഇതിൻ്റെ അപ്രൂവൽ വേണ്ട കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിൻ്റെയാണ്. ഓപ്ഷൻ ഡി ആണ് എൻ്റെ കറക്റ്റ് ആൻസർ, C&AG. 74ാമത്തെ ചോദ്യം, ട്രാൻസാക്ഷൻസ് റിലേറ്റിംഗ് ടു ഇൻട്രസ്റ്റ് ഓൺ ട്രസ്റ്റ് ഐറ്റംസ് ഓർ ഓൺ അക്കൗണ്ട് ഓഫ് മിസ്സലേനിയസ് ട്രസ്റ്റ് ആർ ഹെൽഡ് ബൈ ഹൂം. ട്രസ്റ്റുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഇൻട്രസ്റ്റും അതുപോലെ അതിൻ്റെ മിസ്സലേനിയസ് ട്രസ്റ്റ് എല്ലാം കൈകാര്യം ചെയ്യാനുള്ള അധികാരം ട്രഷറർ ഓഫ് ചാരിറ്റബിൾ എൻഡോമെൻറ്റ്. ഓപ്ഷൻ സി ആണ് എൻ്റെ കറക്റ്റ് ആൻസർ. 75ാമത്തെ ചോദ്യം, the forsaking of recovery of overpayments and other similar claims without exploring all possible means of recovery are called overpayments. ൻ്റെ റിക്കവറിയെ പൊതുവെ നമ്മൾ പറയുന്ന വെയ്വർ ഓഫ് റവന്യൂ എന്നാണ്. ഓപ്ഷൻ സി. ഇത് വെയ്വർ ഓഫ് റവന്യൂവിൻ്റെ ഡെഫിനേഷൻ തന്നെയാണ്, ആ ടെക്നിക്കൽ ടേമിൻ്റെ ഡെഫിനേഷൻ തന്നെയാണത്. 76ാമത്തെ ചോദ്യം, ഹൂ വിൽ റെപ്രസെൻറ്റ് ഗവൺമെൻറ് ആൻഡ് ടെൻഡർ എവിഡൻസ് ബിഫോർ ദ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ മുൻപാകെ തെളിവ് കൊടുക്കേണ്ടത് ആരാണെന്നാണ്. അത് ഓപ്ഷൻ സി ആണ് എൻ്റെ കറക്റ്റ് ആൻസർ, സെക്രട്ടറി ടു ഗവൺമെൻറ് ഇൻ ദ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ്. അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിലെ സെക്രട്ടറിയാണ് അതിന് വേണ്ട തെളിവുകൾ കൊടുക്കേണ്ടത്. 77ാമത്തെ ചോദ്യം, ബെറിസ് ഡിഡക്ഷൻസ് ആൻഡ് ട്രസ്റ്റിക് അലവൻസസ് ആർ. ഇത് സർക്കാരിലേക്ക് ഭൂമി കണ്ടുകെട്ടുന്നതുമായി ബന്ധപ്പെട്ട് വന്ന ഒരു അലവൻസ് ആണിത്. അലവൻസസ് ഗ്രാൻറ്റഡ് ടു സം റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, മതപരമായ സംഘടനകൾ, അല്ലെങ്കിൽ ആൻഡ് ആൾസോ ടു പേഴ്സൺസ് ഫോർ വേരിയസ് റീസൺസ്, അല്ലെങ്കിൽ വ്യക്തികൾ അവരുടെ ലാൻഡ് സർക്കാരിലേക്ക് കൊടുത്തപ്പോൾ സച്ച് ആസ് ഫോർ സർവീസസ് ടു ബി റെൻഡേഡ് ഇൻ ലീവ് ഓഫ് റിസംപ്ഷൻ ഓഫ് ലാൻഡ്സ് ബൈ ഗവൺമെൻറ്. ഭൂമി അവരുടെ സർക്കാർ അവരുടെ ഭൂമി കണ്ടുകിട്ടിയപ്പോൾ അവർക്ക് കൊടുക്കുന്ന അലവൻസിനെയാണ് ബെറിസ് ഡിഡക്ഷൻസും അതുപോലെ ട്രസ്റ്റിക് അലവൻസ് എന്ന് പറയുന്നത്.
79ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ഇനീഷ്യൽ റെക്കോർഡ് ഓഫ് ലേബർ എംപ്ലോയ്ഡ് ഈച്ച് ഡേ ഓൺ എ വർക്ക്? ഒരു വർക്കുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസവും കീപ്പ് ചെയ്യേണ്ട ലേബർ റെക്കോർഡ്, ഇതിനെ നമ്മൾ പറയുന്നത് മസ്റ്റർ റോൾ എന്നാണ്. മസ്റ്റർ റോളിൻ്റെ ഡെഫിനേഷൻ തന്നെയാണ് ഓപ്ഷൻ സി. 80ാമത്തെ ചോദ്യം, ദ സർട്ടിഫിക്കറ്റ് ഓഫ് റീകൺസിലിയേഷൻ ഷുഡ് ബി സെൻഡ് ബൈ ദ ചീഫ് കൺട്രോളിംഗ് ഓഫീസർ ടു ഗവൺമെൻറ് ഇൻ ദ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓൺ. റീകൺസിലിയേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട ഡേറ്റ് ആണ്, വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണത്. ഓപ്ഷൻ സി ആണ് എൻ്റെ കറക്റ്റ് ആൻസർ. റീകൺസിലിയേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടത് 13th September ആൻഡ് 31st March എവറി ഇയർ. എല്ലാ വർഷവും മാർച്ച് 31 അതുപോലെ സെപ്റ്റംബർ 30, 2 സമയങ്ങളിലായിട്ടാണ് റീകൺസിലിയേഷൻ സർട്ടിഫിക്കറ്റുകൾ ചീഫ് കൺട്രോളിംഗ് ഓഫീസർ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുക്കേണ്ടത്. 81ാമത്തെ ചോദ്യം, വാട്ട് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓർ റിപ്പോർട്ട് ഇൻ ദ പ്രിസ്ക്രൈബ്ഡ് ഫോം ദാറ്റ് ഷെൽ ബി അപ്പൻഡഡ് ടു ദ ഡിമാൻഡ് കളക്ഷൻ ആൻഡ് ബാലൻസ് സ്റ്റേറ്റ്മെൻറ്റ് ഫോർ ദ ഹോൾ ഇയർ ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ്? ഡിമാൻഡ് കളക്ഷൻ അതുപോലെ ബാലൻസ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പറയുന്ന പേരാണ് അഡ്മിനിസ്ട്രേറ്റീവ് റിപ്പോർട്ട്. ഓപ്ഷൻ സി എന്നാണ് എൻ്റെ കറക്റ്റ് ആൻസർ. 82ാമത്തെ ചോദ്യം, നോ ടെൻഡറർ ഹാസ് എനി റൈറ്റ് ടു ബി ടോൾഡ് ദ റീസൺസ് ഫോർ റിജക്റ്റിംഗ് ഹിസ് ടെൻഡർ ആൻഡ് റീസൺസ് ഫോർ റിജക്ഷൻ. സാധാരണ സർക്കാർ ടെൻഡറുകൾ ക്ഷണിക്കുമ്പോൾ ഏതെങ്കിലും കാരണവശാൽ ടെൻഡറുകൾ തള്ളിപ്പോയാൽ, ടെൻഡർ റിജക്റ്റ് ചെയ്താൽ അതിൻ്റെ റീസൺ ഒരിക്കലും സർക്കാരിന് ആ ടെൻഡർ വയ്ക്കുന്ന ആളെ ഇൻഫോം ചെയ്യേണ്ട ആവശ്യമില്ല. ഓപ്ഷൻ എ, ഷുഡ് നോട്ട് ബി ഇൻഫോംഡ്. 83ാമത്തെ ചോദ്യം, എ ഡോക്യുമെൻറ്റ് വിച്ച് ദ ഗവൺമെൻറ് പ്രസൻസ് ടു ദ ലെജിസ്ലേറ്റ്. സർക്കാർ നിയമസഭയിൽ വയ്ക്കുന്ന ഡോക്യുമെൻറ്റ് ആസ്കിങ് ഫോർ എ ഗിവൺ സം ഓഫ് മണി ഫോർ എ പെർട്ടിക്കുലർ സർവീസ്. ഒരു പ്രത്യേക സർവീസിന് വേണ്ടി നിയമസഭയോട് ഇത്ര പണം അനുവദിക്കാൻ പറയുന്നത്, അല്ലെങ്കിൽ ഓർ ഫംഗ്ഷൻ ഈസ് കോൾഡ്, അതിനെ പറയുന്ന പേരാണ് ഡിമാൻഡ്സ് ഫോർ ഗ്രാൻറ്റ്സ്. ഓപ്ഷൻ ഡി ആണ് എൻ്റെ കറക്റ്റ് ആൻസർ. 84ാമത്തെ ചോദ്യം, വിച്ച് എസ്റ്റിമേറ്റ് ഓഫ് എക്സ്പെൻഡിച്ചർ ഷുഡ് ബി അക്കമ്പനീഡ് ബൈ എ സെൽഫ് എക്സ്പ്ലനേറ്ററി റിപ്പോർട്ട്? ഒരു സെൽഫ് എക്സ്പ്ലനേറ്ററി റിപ്പോർട്ടും കൂടി കൊടുക്കേണ്ടത് ഏത് തരം എസ്റ്റിമേറ്റുകളിലാണ്? ഓപ്ഷൻ ഡി, കമ്മിറ്റഡ് നോൺ പ്ലാൻ. അതായത് ചെയ്തു കഴിഞ്ഞ നോൺ പ്ലാൻ വർക്കുകളുടെ എസ്റ്റിമേറ്റിൻ്റെ ഒപ്പം എപ്പോഴും ഒരു സെൽഫ് എക്സ്പ്ലനേറ്ററി റിപ്പോർട്ട്, അത് എന്തിനു വേണ്ടി ഉപയോഗിച്ചു, ഏത് സന്ദർഭത്തിലാണ് അത് ഉപയോഗിച്ചതെന്ന് കാണിക്കുന്ന ഒരു സെൽഫ് എക്സ്പ്ലനേറ്ററി റിപ്പോർട്ട് കൂടി അതിൻ്റെ ഒപ്പം സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. 85ാമത്തെ ചോദ്യം, ഫ്രം എമംഗ് ദ ഫോളോയിങ് വാട്ട് ഇസ് പ്യുവർലി ആൻ എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻ? എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്രിപ്പറേഷൻ ഓഫ് ബജറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ഒരു എക്സിക്യൂട്ടീവ് ഫംഗ്ഷനിൽ വരുന്ന കാര്യമാണ്. 86ാമത്തെ ചോദ്യം, ഹൂ ഈസ് കോമ്പിറ്റൻറ്റ് ടു ഓർഡർ ദ റീരജിസ്ട്രേഷൻ ഓഫ് മലിഖാന ഇൻ ദ നെയിം ഓഫ് ദ സീനിയർ മെമ്പർ ഓൺ ദ ഡെത്ത് ഓഫ് ദ പ്രീവിയസ് ഹോൾഡർ? അതായത് മലിഖാന രജിസ്ട്രേഷനുള്ള ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ റീരജിസ്ട്രേഷൻ ആരാണ് നടത്തി കൊടുക്കേണ്ടതെന്നാണ്. ഓപ്ഷൻ എ, ഡിസ്ട്രിക്ട് കളക്ടറാണ് അത് ചെയ്തു കൊടുക്കേണ്ടത്. 87ാമത്തെ ചോദ്യം, വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ്? ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലാത്തത് ഓപ്ഷൻ സി, ഡിസ്ട്രിക്ട് കളക്ടർ. 88ാമത്തെ ചോദ്യം, അഡ്വാൻസ് ഫ്രം ദ പെർമനന്റ് അഡ്വാൻസ് such as advances to dash for railway and bus fare for journeys on duty should be entered at once in the contingent register. പാർക്ക് കൊടുക്കുന്ന എമൗണ്ടുകളാണ് പെർമനൻ്റ് അഡ്വാൻസിൽ നിന്ന് റെയിൽവേ യാത്രയ്ക്കോ അല്ലെങ്കിൽ ബസ് യാത്രയ്ക്കോ വേണ്ടി ഓൺ ഡ്യൂട്ടി യാത്രകൾക്ക് വേണ്ടി കൊടുക്കുന്ന തുക, ആർക്ക് കൊടുക്കുന്ന തുകകളാണ് ഇതിലെ കണ്ടിജൻറ്റ് രജിസ്റ്ററിൽ രേഖപ്പെടുത്തേണ്ടത്. അത് ലാസ്റ്റ് ഗ്രേഡ് സെർവൻസിന് കൊടുക്കുന്നതാണ് കണ്ടിജൻറ്റ് രജിസ്റ്ററിൽ രേഖപ്പെടുത്തേണ്ടത്. ഓപ്ഷൻ ഡി ആണ് എൻ്റെ കറക്റ്റ് ആൻസർ. 89ാമത്തെ ചോദ്യം, the rate of advertisement charges should be approved by. അഡ്വർടൈസ്മെൻറ്റ് ചാർജസ്, സർക്കാർ കൊടുക്കുന്ന പരസ്യങ്ങളുടെ നിരക്ക് നിശ്ചയിക്കുന്ന ആരാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി, ഡയറക്ടർ ഓഫ് പബ്ലിക് റിലേഷൻസ്. 90ാമത്തെ ചോദ്യം, പർച്ചേസ് ഓഫ് പോർട്രേറ്റ്സ് ആൻഡ് ഫോട്ടോസ് ഫോർ പബ്ലിക് ബിൽഡിങ്സ് റിക്വയർ ദ സാങ്ഷൻ ഫ്രം. സർക്കാർ ഓഫീസുകളിൽ തൂക്കിയിടുന്ന ചിത്രങ്ങൾ അല്ലെങ്കിൽ ഫോട്ടോസ്, ഇതിൽ അത് പർച്ചേസ് ചെയ്യണമെങ്കിൽ ആരുടെ സാങ്ഷനാണ് വേണ്ടതെന്നാണ്. ഓപ്ഷൻ ബി, ഗവൺമെൻറ്റിൻ്റെ സാങ്ഷൻ വേണം അതിന്, അങ്ങനെ പർച്ചേസ് ചെയ്യണമെങ്കിൽ. ഒത്തിരി വട്ടം ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണത്. 91ാമത്തെ ചോദ്യം, എ സം ഓഫ് ഡാഷ് ഈസ് പേബിൾ ആനുവലി ടു ഹെർ ഹൈനസ് ദ സീനിയർ മഹാറാണി ഓഫ് ട്രാവൻകോർ ഫ്രം ദ ഡേറ്റ് ഓഫ് ടെർമിനേഷൻ ഓഫ് ദ റീജൻസി. അതായത് രാജഭരണം നിന്നുപോയപ്പോൾ തിരുവിതാംകൂർ മഹാറാണിക്ക് കൊടുക്കുന്ന അലവൻസ് ആണത്. അത് ആനുവലി കൊടുക്കുന്നത് ₹75,000 ആണ്. ഓപ്ഷൻ ബി ആണ് എൻ്റെ കറക്റ്റ് ആൻസർ. 92ാമത്തെ ചോദ്യം, ഗ്രാൻറ്റ്സ് ടു റെക്കഗ്നൈസ്ഡ് പ്രൈവറ്റ് ടെക്നിക്കൽ ആൻഡ് ഇൻഡസ്ട്രിയൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ സാങ്ഷൻ ബൈ. മേൽപ്പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ പ്രൈവറ്റ് റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇവർക്ക് കൊടുക്കുന്ന ഗ്രാൻറ്റ് ആരാണ് സാങ്ഷൻ ചെയ്യേണ്ടതെന്നാണ്. ഓപ്ഷൻ സി ആണ് എൻ്റെ കറക്റ്റ് ആൻസർ, ഡയറക്ടർ ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ.
93-ാമത്തെ ചോദ്യം, ദ ഷിഫ്റ്റിംഗ് ഓഫ് എക്സിസ്റ്റിംഗ് ടെലിഫോൺ കണക്ഷൻ മേ ബി സാങ്ഷൻ ബൈ. നിലവിൽ ഒരു ഓഫീസിലുള്ള ടെലിഫോൺ കണക്ഷൻസ് ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ ആരാണ് അത് സാങ്ഷൻ ചെയ്യേണ്ടത്? ഓപ്ഷൻ ബി, ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻ്റ് ആണ് അത് സാങ്ഷൻ ചെയ്യേണ്ടത്. 94-ാമത്തെ ചോദ്യം, വാട്ട് ഈസ് എ പ്രൊസീജിയർ ടു ബി അഡോപ്റ്റഡ് when preparing budget estimates in respect of the schemes involving more than one head of account? ഒന്നിലധികം ഹെഡ് ഓഫ് അക്കൗണ്ടിലേക്കുള്ള സ്കീംസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിനുവേണ്ടിയുള്ള ബജറ്റ് എസ്റ്റിമേറ്റ്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങൾ എന്താണെന്ന്. While providing for expenditure under one head of account, details of provision under other head of account should be noted as remarks. അപ്പോൾ ഒരു ഹെഡ് ഓഫ് അക്കൗണ്ടിലെ ഒരു പർട്ടിക്കുലർ വർക്കിന് വേണ്ടി ഉള്ള എസ്റ്റിമേറ്റ് തയ്യാറാക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് മറ്റൊരു ഹെഡ് ഓഫ് അക്കൗണ്ടിലേക്ക് അത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് റിമാർക്കായിട്ട് ചേർക്കണം. അതിൻ്റെ ഡീറ്റെയിൽസ് അതിൻ്റെ റിമാർക്കായിട്ട് കൂട്ടിച്ചേർക്കണം. ഓപ്ഷൻ ബി ആണ് എൻ്റെ കറക്റ്റ് ആൻസർ. 95-ാമത്തേത്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് താലൂക്ക് ഡു നോട്ട് ഹാവ് ദ റിസ്ക് ഓഫ് ഫിലേറിയസിസ്? ഫിലേറിയസിസ് റിസ്ക് അനുവദിച്ചിട്ടില്ലാത്തത് ഏത് താലൂക്കിലാണ്? ഓപ്ഷൻ ബി ആണ്. തിരുവല്ല താലൂക്കിൽ റിസ്ക് ഓഫ് ഫിലേറിയസിസ് ഇല്ലാത്ത ഒരു പ്രദേശമാണത്. റിസ്ക് ഓഫ് ഫിലേറിയസിസ് എന്ന് പറഞ്ഞാൽ മലമ്പനി മുതലായ അസുഖങ്ങൾക്കുള്ള അലവൻസ് ആണ് അത് കൊടുക്കുന്നത് തിരുവല്ല. അപ്പോൾ അതിൽ റിസ്ക് ഓഫ് ഫിലേറിയസ്, റിസ്ക് അലവൻസ് എന്ന് പറയും. റിസ്ക് ഓഫ് ഫിലേറിയസിസ് ഇല്ലാത്ത താലൂക്ക് താഴെ തന്നിരിക്കുന്നതിൽ തിരുവല്ലയാണ് അതിൽ വരുന്നത്. 96-ാമത്തെ ചോദ്യം, ഇൻ വിച്ച് ഹെഡ് the expenditure incurred in connection with the supply of refreshments to the Council of Ministers or conferences held by the Chief Minister are accounted to? മുഖ്യമന്ത്രി നടത്തുന്ന ചായ സൽക്കാരങ്ങൾ അല്ലെങ്കിൽ കോൺഫറൻസുകൾ കൊടുക്കുന്ന റിഫ്രഷ്മെൻറ്റ്സ് ഏത് ഹെഡിലാണ് അക്കൗണ്ട് ചെയ്യേണ്ടതെന്ന്? ഓപ്ഷൻ ബി, മിനിസ്റ്റേഴ്സ് കണ്ടിജൻസീസ്, അതിലാണ് അത് അക്കൗണ്ട് ചെയ്യേണ്ടത്. 97-ാമത്തെ ചോദ്യം, to which department worn out typewriters should be returned before a new machine can be issued? അതായത് ടൈപ്പ് ചീത്തയായിട്ടുള്ള ടൈപ്പ് റൈറ്റേഴ്സ് ഏത് ഡിപ്പാർട്ട്മെൻറ്റിൽ കൊടുത്തിട്ടാണ് പുതിയ മെഷീനുകൾ വാങ്ങേണ്ടത്? ഓപ്ഷൻ ബി, സ്റ്റേഷനറി ഡിപ്പാർട്ട്മെൻറ്റിലാണ് അത് തിരികെ ഏൽപ്പിക്കേണ്ടത്. Question number 98. Who is authorized to send the annual certificate of verification of the furniture in Raj Bhavan to the Accountant General? രാജ് ഭവനിലെ ഫർണിച്ചറിൻ്റെ ആനുവൽ സർട്ടിഫിക്കറ്റ് അയക്കേണ്ടത് ആരാണ്? അത് അക്കൗണ്ടൻറ്റ് ജനറലാണ് കൊടുക്കേണ്ടത്. അത് അയക്കേണ്ടത് ഓപ്ഷൻ ബി ആണ് എൻ്റെ കറക്റ്റ് ആൻസർ, മിലിറ്ററി സെക്രട്ടറി ടു ദ ഗവർണർ. ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ അവസാനിക്കുന്നതിന് മുമ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയട്ടെ. ഇതേ ചോദ്യങ്ങൾ തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഞാനൊരു ഗൂഗിൾ ഫോം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രാക്ടീസ് ചെയ്യാനുള്ള ലിങ്ക് ഈ മെറ്റീരിയൽസ് വാങ്ങിയിട്ടുള്ള എല്ലാവരുടെയും ഫോൺ നമ്പറിലേക്ക് ഞാൻ അയക്കുന്നതായിരിക്കും. Question number 99. Capital expenditure may otherwise be called as? Option C, capital outlay. Capital expenditure പറയുന്ന മറ്റൊരു പേരാണ് capital outlay. 100-ാമത്തെ ചോദ്യം, in marriage advance maximum installment of recovery of principal amount. പ്രിൻസിപ്പൽ എമൗണ്ട് റിക്കവർ ചെയ്യാനുള്ള മാക്സിമം ഇൻസ്റ്റാൾമെൻറ്റ് ഓപ്ഷൻ എ 60 ആണ് എൻ്റെ കറക്റ്റ് ആൻസർ. ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, എൻ്റെ സ്റ്റഡി മെറ്റീരിയൽസിൽ ഇതിനകത്ത് ഒരു 75% ചോദ്യങ്ങളും എൻ്റെ സ്റ്റഡി മെറ്റീരിയൽസിൽ നിന്നാണ്. എനിക്കിവിടെ ഒരു പക്ഷേ അതിൽ കൂടുതൽ ചോദ്യങ്ങളുണ്ടാവും. അതിൽ പല ചോദ്യങ്ങളും എൻ്റെ സ്റ്റഡി മെറ്റീരിയൽസ് വാങ്ങിയിട്ടുള്ളവർ മറിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. ഈ ചോദ്യങ്ങളൊക്കെ എൻ്റെ സ്റ്റഡി മെറ്റീരിയൽസിലുള്ളതാണ്. അപ്പോൾ സ്റ്റഡി മെറ്റീരിയൽസിലൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ എത്രയും പെട്ടെന്ന് വാങ്ങുക. വീഡിയോ ഇതോടെ ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇന്നത്തെ ക്ലാസ്. വീഡിയോക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശം കമൻറ്റ് ചെയ്യുക. ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് സജസ്റ്റ് ചെയ്യുക.